അന്തരിച്ച സിനിമ ടെലിവിഷൻ താരം സുബി സുരേഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ആലുവയിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ 8 മണിയോടെ കുനമാവിലെ വീട്ടിലെത്തിക്കും. തുടർന്ന് വൈകിട്ട് 3 മണിക്ക് വരെ പുത്തൻപള്ളി ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം ചേരാനെല്ലൂർ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഇന്ന് സമാപനം. പ്രതിനിധി സമ്മേളനവും ഇന്നും തുടരും. വിവരങ്ങളുമായി അജി കുഞ്ഞുമോൻ തൃശ്ശൂരിൽ നിന്നും ചേരുന്നുണ്ട്. അജി, സമ്മേളനം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? അജി, കേൾക്കാമെങ്കിൽ സമ്മേളനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാമോ? സമ്മേളനം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഗീസ, സമ്മേളനം കൺവെൻഷൻ ഇന്നാണ് സമാപിക്കുന്നത്. സിഒയുടെ വിവിധ ജില്ലകളിൽ നിന്നായി 350ഓളം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 2 ദിവസങ്ങളായി വൈവിധ്യമാർന്ന വിഷയങ്ങളിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ട്രായുടെ പുതിയ നിരക്ക് വർധനയെ പറ്റിയുള്ള ചർച്ചകളും പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ജനങ്ങൾക്കിടയിൽ അമിത ഭാരം ഏർപ്പെടുത്തിയ സി നെറ്റ്വർക്ക്, അതേപോലെ ഏഷ്യാനെറ്റ് നെറ്റ്വർക്ക് അടക്കമുള്ള ചാനലുകൾക്കെതിരെ, സ്റ്റാർ നെറ്റ്വർക്ക് അടക്കമുള്ള ചാനലുകൾക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ സമ്മേളനം ഈ കൺവെൻഷനിൽ ചർച്ചയാകുമെന്നാണ്, അല്ലെങ്കിൽ ചർച്ചയിൽ ഉരുതിരിഞ്ഞു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഈ നിരക്ക് വർധനയോടനുബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് സമാപിക്കുന്ന കൺവെൻഷനിൽ ഈ വിവിധ ജില്ലകളിൽ നിന്ന് പ്രതിനിധികൾ അവരുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കും, ഈ കൺവെൻഷനിലേക്ക് ഉന്നയിക്കും. അത് മാത്രമല്ല, ഈ കൺവെൻഷനിൽ ഈ വിവിധ മേഖലകളിൽ പറ്റിയുള്ള സാങ്കേതിക വിദ്യ അടക്കമുള്ള വിവിധ മേഖലകളിൽ പറ്റിയുള്ള ചർച്ചകളും ഉരുത്തിരിയും. വ്യക്തമാണ്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന് ഇന്ന് സമാപിക്കുകയാണ്. പ്രതിനിധി സമ്മേളനം ഇന്നും തുടരും. അജി കുഞ്ഞുമോനാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.